ഹലോ ഗായ്സ്. അപ്പോൾ തനി മലയാളിയുടെ മറ്റൊരു പ്രഹസന വേദിയിലോട്ട് എല്ലാവർക്കും സുസ്വാഗതം. കുറച്ച് കാലമായില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ അതിനുള്ള കാര്യം പറഞ്ഞതിന് ശേഷം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. എനിക്ക് നല്ല PMS ഇഷ്യൂസ് ഉള്ള ഒരാളാണ് ഞാൻ. അതായത് പ്രീ മെൻസ്ട്രൽ പ്രോബ്ലംസ് ഉണ്ടല്ലോ, അതെനിക്ക് നല്ലോണം ഉണ്ട്. ഈ മൂഡ് സ്വിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൈൻഡ് ഓഫ് സഫറിങ് തന്നെയാണ്. അപ്പോൾ മാസത്തിൽ 15 ദിവസമേ എനിക്ക് സമാധാനമുള്ളൂ. ബാക്കി 15 ദിവസം ഭയങ്കര വേവലാതിയൊക്കെയാണ് മനസ്സിൽ. ഒരു ദിവസം ഭയങ്കര ഓക്കെ ആയിരിക്കും, ഒരു ദിവസം രാത്രി ഉറക്കം കിട്ടില്ല, ഒരു ദിവസം ഭയങ്കര ടെൻഷനായിരിക്കും. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ 15 ദിവസം എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും അത്ര ചെയ്യാൻ പറ്റാതിരുന്നത്. പിന്നെ എനിക്ക് എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളോട് നന്നായി സംസാരിക്കാൻ പറ്റണം. അതേപോലെ തന്നെ എനിക്ക് നല്ലൊരു കണ്ടന്റ് കൊണ്ടുവരേണ്ടപ്പോഴല്ലേ ഞാൻ വീഡിയോ ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ആർക്കോ വേണ്ടിയിട്ടൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിൽ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത്. ഇപ്പം എന്തായാലും ഇനി വരുന്ന നെക്സ്റ്റ് 15 ദിവസം എനിക്ക് നല്ല സമാധാനമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എന്തായാലും ഇനി കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത്. പിന്നെ PMS ഇഷ്യൂ ഉള്ളവർക്ക് കേട്ടോ ഇതൊരു ഹെൽപ്പായിരിക്കുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്നും എനിക്കറിയണമല്ല. കാരണം എനിക്ക് PCOD ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്തു. PCOD ഇല്ല. പക്ഷെ എന്നാലും ഭയങ്കര മൂഡ് സ്വിങ്സ്, ചില്ലറ മൂഡ് സ്വിങ് ഒന്നും അല്ല. കരഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് ചിരിക്കുക. പുറത്തുനിന്നൊരു ആൾക്കാർ കാണുമ്പോണ്ടല്ലോ പ്രാന്താന്ന് വിചാരിച്ചു. അമ്മമാരും മൂഡ് സ്വിങ് ആയിരുന്നു എനിക്ക്. അപ്പം ഞാൻ നാട്ടിലെ എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾക്കും സെയിം ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു നാട്ടിൽ ഒരു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സ് സപ്ലിമെന്റ്സ് ആണ് അവർക്ക് കൊടുത്തത് എന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എനിക്കൊരു ലൂപ്പ് ഹോളായിരിക്കും, ചിലപ്പോൾ എന്നെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ഞാൻ ഇവിടുത്തെ എൻ്റെ GP അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഭയങ്കര PMS ഇഷ്യൂസ് ആണ് എന്നുള്ളത്. അവരും എനിക്ക് കുറച്ച് സപ്ലിമെന്റ്സ് ആണ് തന്നത്. പക്ഷേ എനിക്കതൊരു 3-4 ദിവസം കഴിക്കാനേ പറ്റുള്ളൂ. അപ്പോഴേക്കും എനിക്ക് എൻ്റെ പീരിയഡ്സ് ആയി. നെക്സ്റ്റ് ടൈം അതൊന്ന് ട്രൈ ചെയ്തിട്ട് എത്ര എഫക്റ്റീവ് ആണ് അത് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഓക്കെ, സോ എന്തായാലും ഇനി അധികം നേരം എഴുകാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസം ഞാൻ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വാങ്ങിക്കൂട്ടിയ കുറച്ച് സാധനങ്ങൾ നിങ്ങളെ കാണിക്കാൻ പോവാണ്. ഈ മാസത്തെ എൻ്റെ ഒരു ഷോപ്പിംഗ് ഹോൾ എന്ന് പറയാൻ പറ്റില്ല, കാരണം പലപ്പോഴായിട്ട് ഞാൻ കുറേ ബിറ്റ്സ് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അതും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാസം എൻ്റെ ഒരു ഷോപ്പിംഗ് എന്തൊക്കെയാണ് ഞാൻ വാങ്ങിച്ചതെന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. കയ്യിന് ഒരു സ്റ്റാൻഡിൻ്റെ ആവശ്യമുണ്ട്, ഭയങ്കരമായിട്ട് ഇങ്ങനെ ആക്ഷൻസ് വേണ്ടി വരുന്നു. ഓക്കെ, ഇതെൻ്റെ യോഗ മാറ്റ് കേട്ടോ. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടായിരിക്കും, നമ്മൾ പഴയ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഈ അപ്പാർട്ട്മെൻറ്റിലോട്ട് മാറിയിട്ട് ഇപ്പോൾ ഒരു 3 മാസം ആവുന്നേ ഉള്ളൂ. അപ്പോൾ അറ്റ സ്ട്രെച്ച് എല്ലാം കൂടെ വാങ്ങിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. കാരണം ഇനീഷ്യലി നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്ന ഒരു കംപ്ലീറ്റ്ലി ഫേർണിഷ്ഡ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റിലായിരുന്നു. കാരണം എത്ര കാലം നമ്മളിവിടെ നിൽക്കും എന്നുള്ളതൊന്നും വലിയൊരു ഷ്യൂറിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അറ്റ്ലീസ്റ്റ് കുറച്ച് കാലങ്ങളും നിൽക്കാൻ പറ്റും. ഞങ്ങൾക്കും ഇവിടെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുറച്ച് കാലങ്ങൾ ഇവിടെ നിൽക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു അൺഫേർണിഷ്ഡ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്ലോറിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ തന്നെ ചെയ്യിക്കണം. ഈ കാണുന്ന വാർഡ്രോബ്, അതേപോലെ ബെഡ്, കോട്ട്, ഡൈനിങ് ടേബിള് എല്ലാം നമ്മൾ തന്നെ അറേഞ്ച് ചെയ്യണമായിരുന്നു. സോ ഒറ്റയടിക്ക് എല്ലാം കൂടെ ചെയ്യുക എന്നുള്ളത് ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. സോ നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ എന്തൊക്കെയാണ് വീട്ടിലേക്ക് ആവശ്യം അങ്ങനത്തെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനീഷ്യലി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബെഡ്, വാർഡ്രോബ്, ഡൈനിങ് ടേബിൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ഇങ്ങനെ ഓരോരോ മാസത്തിൽ ഇങ്ങനെ വാങ്ങിച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ മാസം വീട്ടിലേക്ക് വാങ്ങിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഷൂ സ്റ്റാൻഡാണ്. ഷൂ സ്റ്റാൻഡ് വാങ്ങിക്കുന്നതിൽ ഞാൻ ഭയങ്കര സ്പെസിഫിക് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എനിക്ക് ഇത്ര പ്രശ്നമുണ്ട് ഒരു ഷൂ സ്റ്റാൻഡ് വാങ്ങിക്കാമെന്ന്. കാരണം ഷൂ സ്റ്റാൻഡ് ആക്ച്വലി ഒരു 2 months മുന്നേ തന്നെ വാങ്ങിക്കാൻ വിചാരിച്ചിട്ടുള്ള കാര്യമായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര വൃത്തി പ്രശ്നമുള്ളതുകൊണ്ട് ഷൂ ഒന്നും നിലത്ത് ഇങ്ങനെ ഇടുന്നത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷെ ഷൂ സ്റ്റാൻഡ് തപ്പി എനിക്കിഷ്ടമുള്ളൊരു ഷൂ സ്റ്റാൻഡ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അത് ഡിലേ ആയത് വാങ്ങിക്കാൻ. എനിക്ക് ഓരോ ഷൂവും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെക്കാൻ പറ്റുന്ന പോലെയുള്ളൊരു ഷൂ സ്റ്റാൻഡ് ആയിരുന്നു വേണ്ടത്. അറ്റ് ദ സെയിം ടൈം അതിനൊരു കവറിങ്ങും വേണമായിരുന്നു. ഇതിനിപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ അങ്ങനെ അടയ്ക്കാനൊന്നും പറ്റില്ല. പക്ഷെ ആക്ച്വലി ഇതിനൊരു ഡോറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും ഷൂ സ്റ്റാൻഡ് ആയിരുന്നു അല്ലേ. അതെന്തെങ്കിലും വെക്കാൻ ഞാൻ അപ്പം എന്തായാലും ഈ ഷൂ സ്റ്റാൻഡിലാണ് അവസാനം ഞാൻ എത്തിപ്പെട്ടത്. പിന്നെ ഇവിടെ വേറെ കുറേ മോഡൽസ് ഒക്കെ കണ്ടു കേട്ടോ. നമുക്ക് ഇങ്ങനെ വലിച്ച് ഷൂ എല്ലാം ഇങ്ങനെ വെച്ച് അടയ്ക്കാൻ പറ്റുന്ന ടൈപ്പൊക്കെ. അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറേ ഇങ്ങനെ എന്താ പറയുക ജേംസ് ഒക്കെ ഇങ്ങനെ അടിഞ്ഞു കൂടിയിരിക്കുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത്.
അപ്പം ഞാൻ വിചാരിച്ചു അത് വേണ്ട, ഇതൊക്കെ തന്നെ വാങ്ങിക്കാം. ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ ഷൂസൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് സമ്മറിൽ ഒരു കൈൻഡ് ഓഫ് ഷൂസും വിൻ്ററിൽ വേറെ നല്ല തണുപ്പ് പ്രൊട്ടക്ട് ചെയ്യുന്ന പോലത്തെ ഷൂ ഒക്കെ അല്ലേ വേണ്ടത്. അപ്പോൾ ഓരോരോ സീസണിന് പറ്റിയത് മാത്രം നമുക്ക് ഇവിടെ വെക്കാം, ബാക്കിയൊക്കെ നമുക്ക് ബോക്സിലാക്കിയിട്ട് ഗ്യാരേജിൽ കൊണ്ടുവയ്ക്കാമല്ലോ. സോ അങ്ങനെ ഞാൻ ഫൈനലി ഈ ഷൂ സ്റ്റാൻഡിൽ എത്തിപ്പെട്ടു. ഇതിൻ്റെ മുകളിൽ ദേ ഒരു കുഷ്യനും ഉണ്ട്. ഇതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് തന്നെ നമുക്ക് ഷൂ ഇടുന്ന പരിപാടിയൊക്കെ നടത്താം. അതിന് വേണ്ടി വേറൊരു സെപ്പറേറ്റ് സ്റ്റൂൾ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതാണ് ആദ്യം വാങ്ങിച്ച സാധനം. ഇവിടെ വെറുതെ മറ്റു മാത്രം അടിച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇത് ഇങ്ങനെ വരുന്നത്, ഈ ഭാഗം ഇപ്പുറത്തേക്ക് വരുന്നത്, അപ്പുറത്തെ ഭാഗം. ഇതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇതൊരു 55 കഷ്ടം, ഒരു 100 സ്ക്രൂ അങ്ങനെയായിട്ടാണ് വീട്ടിലേക്ക് വന്നത്. സോ നമ്മൾ ആശാരിപ്പണി പഠിച്ചിട്ടൊന്നുമില്ലല്ലോ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഫിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചെറുതായി അവിടെ ഇവിടെ കുറച്ച് പൊട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെയും വിഷ്ണുവിൻ്റെയും ഒരു, എനിക്ക് തോന്നുന്നു ഒരു 2 മണിക്കൂറത്തെ മെനക്കേടായിരുന്നു ഈ ഒരു ഷൂ സ്റ്റാൻഡ് ഫിക്സ് ചെയ്യുക എന്നുള്ളത്. എന്തായാലും ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്ന ആൾ വീഴില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ആരെങ്കിലും വീഴുകയാണെങ്കിൽ അത് അവരുടെ വിധി എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വാങ്ങിച്ച സാധനം. ഇനി രണ്ടാമത് വാങ്ങിച്ച സാധനം ദേ ഈ കാണുന്ന ഒരു ഡെക്കറേറ്റീവ് പീസാണ്. നമുക്ക് ഒരു 4 സ്റ്റാൻഡ് പോലെ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേറ്റീവ് സാധനങ്ങളൊക്കെ വയ്ക്കാം. ഞാനിപ്പോൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു 3 പോട്ടും അതേപോലെ ഒരു ഗ്ലാസ് ജാറ്, അതിൻ്റെ ഉള്ളിൽ ഒരു ബുദ്ധേനെ ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് ഇവിടെ സെനോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ സീനോക്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷോപ്പിൽ നിന്നാണ്. ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതുകൊണ്ട് അവർ ഡെലിവറി ചെയ്തു. 2-3 ദിവസമൊക്കെ എടുത്തുള്ളൂ ഡെലിവറി ചെയ്യാനായിട്ട്. കുറച്ച് വലിയ എമണ്ടൻ ബോക്സിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ 2 സാധനം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ടിഷ്യൂ പേപ്പർ ഹോൾഡർ, നമ്മുടെ ടോയ്ലറ്റിലൊക്കെ വെക്കുന്നത്. ഇത് ഞാൻ ആക്ച്വലി വിചാരിച്ചത് ആൾക്കാർ ആണി അടിച്ചിട്ടൊക്കെയാണ് തൂക്കുക എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ഇതിങ്ങനെ ഒരു സ്റ്റിക്കിങ് പോലത്തെ ഒരു സാധനമുണ്ട് ഇതിൻ്റെ ബാക്കിൽ. അതെനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാനിവിടെ മാന്തി പൊളിച്ച് പുറത്തെടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്തോ ഭാഗത്തിനത് പൊട്ടിയില്ല. അപ്പോൾ ഇത് ഞാൻ എനിക്ക് തോന്നുന്നു €7 €8 എന്തോണം ആയത്. നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ അത്. അപ്പോൾ ആണി അടിച്ചിട്ടല്ല നമ്മൾ തൂക്കുന്നത്, ഒട്ടിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ഫ്രാഗ്രൻസ് ഓയിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഈ ഡിഫ്യൂസറിൽ ഒഴിക്കുന്നത്. അപ്പോൾ അതും കൂടെ, ഈ 3 സാധനമാണ് ഞാൻ വാങ്ങിച്ച സെനോക്സിൽ നിന്ന്. എനിക്ക് ആക്ച്വലി ഈ ഒരു സ്ഥലത്ത് ഒരു വലിയൊരു പ്ലാന്റ് വെക്കാനായിരുന്നു പ്ലാൻ. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഇത് വെക്കാന്നുള്ളത്. പക്ഷേ ഇതവിടെ വെച്ച് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ മുകളിൽ വെക്കേണ്ടതെന്നുള്ളത് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീട്ടിലുള്ള എല്ലാ സാധനവും എടുത്തിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ ഞാൻ ഇവിടെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ, ഈ പോട്ട്സ്. പിന്നെ ഇത് ഞാൻ ബ്ലോക്കർ അങ്ങനെ ഇതോ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. പിന്നെ അവസാനത്തെ സ്റ്റാൻഡിൽ എന്നാ വെക്കേണ്ടതെന്ന് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സോ കൈ കിട്ടിയ സാധനം എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവിടെ തന്നെ വെച്ചാൽ പോരെ, ഇത് മാറ്റുമ്പോ അവിടെ സ്പേസ് ആവും. ചാർജിങ് ഇവിടെ ഒന്നും വെക്കണം, അവിടെ ഫോൺ വെക്കാനുള്ള സ്പേസ് വെച്ചാൽ പോരെ. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ഡിഫ്യൂസർ. ഞാൻ വീട്ടിലിങ്ങനെ സാമ്പ്രാണി പോലത്തെ സാധനം കത്തിച്ച് വെക്കുമ്പോൾ വിഷ്ണുവിന് അതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡിഫ്യൂസർ വാങ്ങിയിട്ടുള്ളത്. പക്ഷെ ഇത് കുറച്ച് സമയമെടുക്കും റൂമിൽ ആ ഒരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ട്. ആ ഗ്ലാസ് ജാറിൻ്റെ മുകളിൽ എനിക്ക് ഇനിയും കുറച്ചും കൂടെ വർക്ക് ഉണ്ട്. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ടിക്ടോക്കിലൊക്കെ കണ്ട ഒരു ഐഡിയ ആയിരുന്നു എന്നാട്ടോ എനിക്ക് തോന്നുന്നത്. അടിയിൽ കുറച്ച് സാൻഡ് വെച്ചിങ്ങനെ പൊക്കി, പിന്നെ കുറച്ച് പെബിൾസും കുറച്ച് ഡെക്കറേറ്റീവ് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു ഫിഷിനെയും കൂടെ അതിൻ്റെ ഉള്ളിൽ വെക്കാനാണ് എൻ്റെ പ്ലാൻ. പക്ഷേ മീമി വാങ്ങിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല. കാരണം ഇവിടെ പിന്നെയും നമ്പേഴ്സൊക്കെ ഭയങ്കര കൂടാൻ തുടങ്ങി. പുറത്തേക്ക് ഇറങ്ങുന്നൊന്നും ഇപ്പോൾ അത്ര സേഫ് അല്ല. അതുകൊണ്ട് മീൻ വാങ്ങിക്കാൻ വേണ്ടി പുറത്ത് പോകണ്ടെന്ന് വെച്ചു. അപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് കൂളായിട്ട് പുറത്ത് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ മീമിനെ വാങ്ങിച്ചതിൻ്റെ അകത്ത് ഇടുന്നതായിരിക്കും. ഇതിനൊന്നും അധികം വെള്ളം ആവശ്യമില്ല എന്നാട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു വീക്ക്ലി വൺസ് വെള്ളം ഒഴിച്ചാൽ മതി എന്നാണ്. അതുകൊണ്ട് അതങ്ങനെ സർവൈവ് ചെയ്ത് പോകുന്നു. ഞാൻ അത്ര ഓർത്ത് വെള്ളം ഒഴിക്കുകയൊന്നും ചെയ്യാറില്ല. പിന്നെ മുകളിലിരിക്കുന്ന ഈ ചെടി നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ഇത് എവർഗ്രീൻ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ട് ഫസ്റ്റായിട്ട് ഇങ്ങനെ വലുതായി വന്നൊരു ചെടി. നമുക്കൊരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവുമല്ലോ, ആദ്യമായിട്ട് നമ്മൾ നോക്കിയിട്ടൊരു സാധനം വളരുമ്പോൾ. ആ ഒരു പ്രത്യേക ലവ് എനിക്ക് ഈ ചെടീനോടുണ്ട്.
അപ്പോൾ അതാണ് രണ്ടാമത്തെ സാധനം. ഇനി മൂന്നാമതായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് പറ്റിക്കപ്പെട്ട ഒരു കഥയാണ് നിങ്ങളോട് പറയുന്നത്. രാവിലെ ഞാനിങ്ങനെ എണീറ്റിട്ട് എനിക്കൊരു ബീൻ ബാഗ് വാങ്ങിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ആഗ്രഹം പോലെയൊക്കെയായി മാറിയിട്ടുണ്ടായിരുന്നു. കാരണം നാട്ടിലുണ്ടല്ലോ നല്ല നല്ല ബീൻ ബാഗിൻ്റെ കളക്ഷൻസ് ഉണ്ട്, നല്ല ഭംഗിയുള്ള ബീൻ ബാഗ് ഉണ്ട്. ഇവിടെ പക്ഷെ അത്ര ഒരു ഭംഗിയുള്ള ബീൻ ബാഗൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ബീൻ ബാഗുകൾക്ക് വേണ്ടിയിട്ടുള്ള തപ്പലിലായിരുന്നു. സോ നമ്മൾ ഒരു കാര്യം അന്വേഷിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക, കുറേ സജഷൻസ് ഗൂഗിൾ നമുക്ക് തരുമല്ലോ. ഈ പറഞ്ഞതുപോലെ പ്രൈവസി ഈസ് എ മിത്താണല്ലോ. നമ്മളിപ്പോൾ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി അതൊക്കെ എടുത്തിട്ട് നമുക്ക് അതിൻ്റെയൊക്കെ സജഷൻസ് തരുമല്ലോ. അപ്പം ഞാൻ കുറേ കാലമായിട്ട് ബീൻ ബാഗ് അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു ബീൻ ബാഗ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നല്ല വലുപ്പമുണ്ട്, നമുക്ക് സുഖമായിട്ട് രണ്ടുപേർക്ക് അതിൽ കിടക്കുക തന്നെ ചെയ്യാം. കാരണം അത്ര ലെങ്ത്താണ് അവരതിൽ കാണിക്കുന്നത്. പിന്നെ ഭയങ്കര ഇങ്ങനെ 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 ആക്കുന്ന ഒരു ടൈപ്പ് ആണെന്നാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പിന്നെ മുകളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരുന്നു. അപ്പം ഞാൻ റിവ്യൂ ഒക്കെ വായിച്ചു നോക്കി. അപ്പം 4 റിവ്യൂ ഉണ്ട്. അപ്പോൾ 2 ഓർഡർ ചെയ്തു, 3 ഓർഡർ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിവ്യൂ ഒക്കെ ആണെങ്കിൽ ഭയങ്കര അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഓൺ ദ സ്പോട്ട് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ ഓഫറും 120 യൂറോയുടെ ബീൻ ബാഗ് നമുക്ക് കിട്ടുന്നത് 50 യൂറോ. വാവ്, എന്തൊരു ലാഭം. ഞാൻ വിചാരിച്ചു ഇത് ഓഫർ പോകുന്നതിന് മുന്നേ ഇപ്പം തന്നെ എനിക്ക് വാങ്ങിക്കണം, എനിക്കൊരു സെക്കൻഡ് കളയാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ ആ സാധനം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചു സ്പീഡ് ഡെലിവറി വേണോ. ഡെലിവറി വേണമെങ്കിൽ എക്സ്ട്രാ ഒരു 4 യൂറോയും കൂടെ കൊടുക്കണം, അല്ലെങ്കിൽ ഇന്നെ വീക്കിലെത്തും. നമ്മൾ 4 യൂറോയും കൂടെ എക്സ്ട്രാ പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ കിട്ടും, ഒരു 2 ദിവസത്തിനുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ആ സാധനം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് 4 യൂറോ കൂടെ ഞാൻ കൊടുത്തില്ല, ഒരാഴ്ചയിൽ കിട്ടിയാൽ മതിയെന്ന് വിചാരിച്ചു. എന്നിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞു, 10 ദിവസം കഴിഞ്ഞു, 15 ദിവസം കഴിഞ്ഞു. ഞാനാണിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഡർ ചെയ്തിട്ടുള്ളൊരു സാധനമായിരുന്നു അത്. അപ്പം ഞാൻ ഇതിൻ്റെ സ്റ്റേറ്റസ് ഇങ്ങനെ ഓരോ പ്രാവശ്യം നോക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ആ പേജ് നോട്ട് ഫൗണ്ട്, അങ്ങനെ ഒരു പേജ് ഇല്ല. അപ്പം ഞാൻ ഇങ്ങനെ കുറേ ഗൂഗിൾ ചെയ്ത് നോക്കി ഇവരെ പറ്റിയിട്ട്. അപ്പോഴെനിക്ക് മനസ്സിലായി ഇവർ നമ്പർ 1 ഫ്രോഡാണ്. എത്ര ഒരാൾക്കാരാണ് ഗൂഗിളിൽ റിവ്യൂ ചെയ്തിരിക്കുന്നതെന്ന് അറിയോ. അവർ 2 ഒക്കെ ഒരുമിച്ച് ഓർഡർ ചെയ്ത്. എന്തോ എൻ്റെ ഭാഗ്യത്തിന് ഞാൻ 1 ഓർഡർ ചെയ്തുള്ളൂ, അല്ലെങ്കിൽ 2 ഓർഡർ ചെയ്ത് 100 യൂറോൻ്റെ അടുത്ത് കളഞ്ഞ് ഞാനിവിടെ താടിക്കും കയ്യും കൊടുത്തിരുന്നേനെ. പക്ഷേ ഇതിപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഞാൻ 1 ഓർഡർ ചെയ്തുള്ളൂ. അതുകൊണ്ട് 50 യൂറോ പോയി കിട്ടി, സാധനം എത്തിയതുമില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇൻസ്റ്റഗ്രാമിൽ ഷോപ്പ് നൗ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന രണ്ടാമത്തെ സാധനമാണ് ഞാൻ ഓർഡർ ചെയ്തിട്ട് എനിക്ക് കിട്ടാതെ പോകുന്നത്. എനിക്ക് നാട്ടിൽ നിന്നും കിട്ടിയിട്ടില്ല, എനിക്ക് ഇവിടെ നിന്നും കിട്ടിയിട്ടില്ല. സോ അങ്ങനത്തെ കാര്യങ്ങൾ ഓർഡർ ചെയ്യുന്നതിന് മുന്നേ ഞാനിത് ഉദ്ദേശിക്കുന്ന ഇൻസ്റ്റഗ്രാം പേജസിനെ അല്ല കേട്ടോ. ദേ ആർ റിയലി ജെനുവിൻ. ഞാൻ കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള കുറേ പേജസ് ഉണ്ട്. സോ അവരൊക്കെ എനിക്ക് പറഞ്ഞ സമയത്ത് പറഞ്ഞ ടൈമിൽ സാധനം എത്തിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് വാങ്ങിയവർക്ക് നല്ല ഫീഡ്ബാക്ക്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഇൻസ്റ്റഗ്രാം പേജസ്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഷോപ്പ് നൗ എന്ന് പറഞ്ഞിട്ട് വരില്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഡബിൾ ചെക്ക് ചെയ്യുക. ഗൂഗിളിൽ ഒന്ന് കയറി നോക്കി തപ്പി റിവ്യൂ ഒക്കെ, ഞാൻ നോക്കിയത് പോലെ ഒരു 4 റിവ്യൂ വായിക്കുകയല്ല, കാര്യമായി ഇരുന്ന് റിവ്യൂ വായിച്ചതിന് ശേഷം മാത്രം സാധനം വാങ്ങിക്കുക. കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാട്ടോ, ഭയങ്കര സംസാരിച്ചു പോയി. ഇനി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഷീനിന്ന് കുറച്ച് ഡ്രസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ജാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബാഗിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. ഞാൻ 1-2 യൂട്യൂബേഴ്സിനെല്ലാം കണ്ടു, ഭയങ്കര ട്രെൻഡിങ് ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫാനി ബാഗ്സോ അങ്ങനെ എന്തോ ഒരു അപ്പോൾ അങ്ങനത്തെ എന്തോ ഒരു ബാഗ് ഞാൻ കണ്ടു. അപ്പോൾ അത് ഭയങ്കര ട്രെൻഡിങ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഷീനിൽ കയറി തപ്പിക്കഴിഞ്ഞപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഷീനിലെ ഷീനാണോ ഷെയ്ൻ എന്നാണോ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഷെയ്നിലോ എൻ്റെ ഫസ്റ്റ് ഷോപ്പിംഗ് ആണ്. എൻ്റെ ഒരു റിവ്യൂ, പേഴ്സണൽ റിവ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൈസ എന്തായാലും അവിടെ കുറവാണ്. സോ അത്ര നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് അല്ല എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്തത്. പക്ഷെ നമ്മുടെ ഉദ്ദേശം ഇപ്പോൾ ഒരു ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫാഷൻ ട്രെൻഡിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അത്ര പൈസയ്ക്ക് വർത്ത് ആയിട്ടുള്ള കാര്യമാണ്. അതല്ല നമുക്കൊരു ലോങ്ങർ ടേം യൂസ് ചെയ്യാൻ പറ്റിയ നല്ല പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉള്ള ഒരു സംഗതിയല്ല. പക്ഷെ എന്നാലും നമുക്ക് കുറച്ച് കാലത്തേക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് ട്രെൻഡ് പോകുമ്പോഴൊക്കെ ഒപ്പം ഇടാൻ അങ്ങനത്തെ ഒക്കെ ഒരു രീതിയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഷീൻ അല്ലെങ്കിൽ ഷെയ്ൻ. അപ്പോൾ
ഞാൻ എന്താ പറയാൻ കാരണം എന്നറിയോ, 1-2 പേരെടുത്ത് ഞാൻ ഷീൻ എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ ഷെയ്ൻ എന്ന് കറക്റ്റ് ചെയ്തു, 1-2 പേരെടുത്ത് ഞാൻ ഷെയ്ൻ എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ ഷീൻ എന്ന് കറക്റ്റ് ചെയ്തു. അപ്പോൾ എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, നിങ്ങൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശ സൈറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ അവർക്ക് അത്യാവശ്യം നല്ല പൈസ കുറവാണ്, പക്ഷെ പ്രൊഡക്റ്റ് ക്വാളിറ്റി നോട്ട് ടു ഹൈ പക്ഷെ നോട്ട് ടു ലോ, നമുക്ക് അത്യാവശ്യം കുറച്ച് കാലത്തേക്കൊക്കെ ഇടാൻ പറ്റുന്ന പോലെയുള്ള ഒരു പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ അവിടുന്ന് ഞാൻ ഒന്നാമത് വാങ്ങിച്ചത് ഇതേ ഈ കാണുന്ന ഒരു ജാക്കറ്റാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമായിരുന്നു. എനിക്കറിയില്ല ഞാനിതിട്ട് പുറത്തൊക്കെ പോയി അങ്ങനെയൊക്കെ നടക്കുമെന്നുള്ളത്. പക്ഷെ എനിക്ക് 1-2 ഫോട്ടോസൊക്കെ എടുക്കാൻ ഇങ്ങനത്തെ ഒരു ജാക്കറ്റും ഒരു ഹാറ്റും വേണമെന്നുണ്ടായിരുന്നു. ഇതിൽ കാണുന്ന ഈ മുകളിലത്തെ ഹാറ്റ് ഞാൻ ഇന്ന് പുറത്ത് പോയപ്പോൾ C&A എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കടയുണ്ട്, അവിടുന്ന് ഞാൻ വാങ്ങിച്ചതായിരുന്നു. ഇതിന് 20 യൂറോസും ജാക്കറ്റിനും 25 യൂറോസ് അങ്ങനെ എന്തോന്നാണ് ആയത്. അപ്പം ഞാൻ ഫോട്ടോസൊക്കെ നിങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ രണ്ടാമതായിട്ട് വാങ്ങിച്ചത് ദേ ഈ പിക്ചറിൽ കാണുന്ന ഒരു സാധനമാണ്. പിക്ചറിൽ എന്ത് ഭംഗിയുള്ള കാണാൻ. ഇത് ഞാൻ ഞാൻ ഇട്ടിട്ടുള്ള കോലം കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഭയങ്കര ലൂസാണ്, പക്ഷെ ഇതിൻ്റെ ഒരു സ്വെറ്ററിൻ്റെ ക്വാളിറ്റി ഉണ്ടോ അതിനൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വാമൊന്നും അല്ല, പക്ഷെ എന്നാലും ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയതായിരിക്കും. പിന്നെ ഈ ബെൽറ്റും ഇതിൻ്റെ ഒപ്പം ഞാൻ വാങ്ങിച്ചു. ഈ ബെൽറ്റ് ആക്ച്വലി നല്ല പ്രൊഡക്റ്റാണ്. ഞാൻ ഒട്ടും ഒരു ക്വാളിറ്റി കുറവാണെന്നൊന്നും തൊട്ടിട്ട് എനിക്ക് തോന്നിയില്ല. എത്ര കാലം ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതിനെത്ര 3 യൂറോ 4 യൂറോ അങ്ങനെ എന്തോ ആയത്. സോ ഡെഫിനറ്റ്ലി നല്ല പ്രൊഡക്റ്റാണ്. പിന്നെ അതെ ഈ കാണുന്ന ഈ ഒരു ബാഗ്, ഈ ബാഗിൻ്റെ പേര് ഫാനി ബാഗ്സ് എന്നാണെന്നാണ് എൻ്റെ അറിവ്, അല്ലെങ്കിൽ ഇനി അതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. അപ്പോൾ ഇതും ഞാൻ ഇതിൻ്റെ ഒപ്പം വാങ്ങിച്ചായിരുന്നു. ഇതിനും എന്തോ 11 യൂറോ ആണ് ആയത്. അപ്പോൾ ഇത് ഭയങ്കര ട്രെൻഡാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അത് ഞാൻ ദീപചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ഭയങ്കര ട്രെൻഡിലൊരു ബാഗ് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ദീപചേച്ചിയുടെ അടുത്ത് കാണിച്ചപ്പോൾ ദീപചേച്ചി പറഞ്ഞു ഈ ട്രെൻഡ് ഇവിടെ ഓൾറെഡി വന്ന് പോയതാണ്, അതുകൊണ്ട് ഇനി ഭയങ്കര ട്രെൻഡാന്ന് പറഞ്ഞിട്ട് നീ വരണ്ട. അപ്പോൾ അങ്ങനെ ട്രെൻഡ് ഒരു സാധനം കൂടെ ഞാൻ വാങ്ങിച്ചു. പക്ഷെ എനിക്ക് തോന്നി ഇതിപ്പോൾ നാട്ടിൽ നല്ല ഹൈ ഡിമാൻഡ്, നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബാഗാണ് നാട്ടിൽ. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാവരും വാങ്ങിക്കുക. നമ്മൾ ഓരോ സ്ഥലത്തെ സ്റ്റൈൽ വേണമല്ലോ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ അത് വാങ്ങിക്കുക. എനിക്ക് ഇനി കൈൻ്റെ സപ്പോർട്ട് ആവശ്യമില്ല, കയ്യില്ലാതെ ഞാൻ സംസാരിക്കും. ഓക്കെ. പിന്നെ അപ്പം അത്രയൊക്കെയാണ് ഞാൻ ഷീനിൽ നിന്ന് വാങ്ങിച്ച കാര്യങ്ങൾ. പിന്നെ എനിക്കിതേ ഈ കാണുന്ന ഈ ഒരു പൗച്ച് ഇവർ ഇതിൻ്റെ ഒപ്പം ഫ്രീ തന്നിട്ടുണ്ടായിരുന്നു. സോ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ 1-2 ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കിക്കോന്ന്. ഞാൻ പറഞ്ഞ് തീരാനും പറ്റുന്നില്ല, പോകാനും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എൻ്റെ വീടിൻ്റെ അടുത്താണ് കിക്കോ എന്നുള്ളത്. അപ്പോൾ ഞാൻ കിക്കോ എന്നുള്ള 1-2 പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നോക്കാം. എന്താ മോനെ, അപ്പം ഞാൻ കിക്കോന്ന് ആദ്യം വാങ്ങിയിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് ഈ ഒരു സ്കെച്ച് പോലെ വരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. കണ്ടോ, ഈ ഒരു എന്ത് ബുദ്ധിമുട്ടായാലും ഇവിടെ വരച്ചാൽ മതിയായിരുന്നു. ഈ ഒരു കളർ ലിപ്സ്റ്റിക്കാണ്. കുറച്ച് എനിക്കെപ്പോഴും ഈ ഒരു ഷെയ്ഡിക്ക് വരുന്ന ലിപ്സ്റ്റിക്കാണ് ഇഷ്ടം. പക്ഷെ ഇങ്ങനത്തെ സ്കെച്ച് പോലെ വരുന്ന ലിപ്സ്റ്റിക്കിൻ്റെ പ്രശ്നം ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി ടൈം നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുന്നതിൻ്റെ മുന്നേ നമ്മൾ നന്നായിട്ട് ലിപ്പ് സ്ക്രബ് ചെയ്യണം. ഒന്നെങ്കിൽ ഒരു ലിപ്പ് സ്ക്രബ് വെച്ചിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഞാനൊക്കെ ചെയ്യാറ് ബ്രഷ് എടുത്തിട്ട് 4 വരയ്ക്കും. അപ്പോൾ അത് ചെയ്തിട്ടിടണം. അല്ലെങ്കിൽ ചുണ്ടിലിങ്ങനെ, എൻ്റെ ചുണ്ട് ബേസിക്കലി ഡ്രൈ ആണ്, ഇങ്ങനെ പൊട്ടി നിൽക്കുന്ന സ്കിന്നൊക്കെ ഉണ്ടായിരിക്കില്ലേ, അതിൻ്റെ മുകളിൽ ഇത് അടിക്കുമ്പോൾ കുഞ്ഞു പിള്ളേരെ സ്കെച്ച് ചെയ്ത പോലെ ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് അത്ര ഹൈലി റേറ്റ് ചെയ്യില്ല, കാരണം എല്ലാ പ്രാവശ്യമൊന്നും നമുക്ക് ഇത് പോയി ചെയ്തിടാൻ സമയം കിട്ടില്ല. അപ്പം അതാണ് ഒന്നാമത്തെ കാര്യം. ഈ ഒരു ലിപ് ബാമും ഞാൻ അവിടുന്ന് വാങ്ങിച്ചതായിരുന്നു. ലിപ് ബോംബ് തന്നെ എന്തെങ്കിലുമൊക്കെ പറയുന്നു തോന്നുന്നു എനിക്ക്. ഞാൻ എന്തിനാണ് നീ ഇവിടെ വരയ്ക്കുന്നത്? നീ ഇവിടെ വരച്ചാൽ എനിക്ക് സമാധാനപരമായി കാണിക്കാമല്ലോ. കണ്ടോ, ഈ ഒരു റെഡാണ് ഇത് കളറ്. ലൈറ്റുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എത്ര മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇതും ലിപ്സ്റ്റിക്കും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചിട്ടേ ഉള്ളൂ, പിന്നെ ഞാൻ ഇട്ടിട്ടില്ല. അതുകൊണ്ട് എത്ര റേറ്റ് ചെയ്യാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. പിന്നെ ഞാൻ വാങ്ങിച്ചൊരു ക്രയോൺ ആയിരുന്നു, ഒരു ലിപ് ക്രയോൺ. അതും കുറച്ചൊരു ന്യൂഡ് ഷെയ്ഡിക്ക് വരുന്ന, കണ്ടോ, ഇവിടെ വരയ്ക്കാം. സോറി കേട്ടോ, ഇത് ന്യൂഡല്ല, ഇതൊരു ബ്രൗണിക്ക് വരുന്നതാണ്. ഇതൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ട് കറക്റ്റ് എന്താണെന്ന് അറിയാൻ പാടില്ല. ഈ ഒരു കളറാണ് ഇത്.
നിങ്ങൾക്ക് അറിയാലോ, ഞാൻ അത്ര വലിയൊരു മേക്കപ്പ് പേഴ്സൺ അല്ല. ഇപ്പം യൂട്യൂബിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോഴാണ് ഈ വക കോലങ്ങളൊക്കെ കെട്ടിയിട്ട് ഞാൻ ഇരിക്കുന്നത്, ബാക്കി യൂട്യൂബേഴ്സിൻ്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കറക്റ്റായി പറഞ്ഞ് അതിൻ്റെ ക്വാളിറ്റി ഇതാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ ഞാൻ പഠിക്കുന്നേ ഉള്ളൂ. പഠിച്ചതിന് ശേഷം ഞാൻ നിങ്ങളോട് കറക്റ്റായിട്ട് ലിപ്സ്റ്റിക്കിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറയാം. അപ്പോൾ എന്തായാലും കൈ നല്ല വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കിക്കോന്ന് വാങ്ങിയിട്ടുള്ളായിരുന്നു. ഇത് ഞാൻ ആക്ച്വലി ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇടാൻ വേണ്ടി എടുത്തതായിരുന്നു. അതായത് ഞാൻ ഷോപ്പ് ചെയ്യുമ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന വിഷ്ണുവിനെ പിന്നെ മറന്നുപോയി ഇടാനെന്ന്. പിന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു കടയാണ് ഹേമ. ചുമ്മാ ഞാനവിടെ പോയിട്ട് ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതും വിഷ്ണുവിന് തീരെ ഇഷ്ടമില്ലാത്തുള്ള കടയാണ് ഹേമ. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ചുമ്മാ ഒന്നും വാങ്ങണില്ലെങ്കിലും ഞാനൊരു 1-2 മണിക്കൂറൊക്കെ അതിൻ്റെ അകത്ത് ഇങ്ങനെ നടന്ന് ഓരോ സാധനം എടുത്ത് നോക്കി വെച്ചിട്ടൊക്കെ നിൽക്കും. അപ്പോൾ വിഷ്ണുവിന് ഭയങ്കര ബോറിംഗ് ആണ്. സോ അവിടുന്ന് ഞാനൊരു 2 ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്തായാലും ഇത് ഇടാൻ പറ്റില്ല, കാരണം ഇപ്പോൾ ഇവിടെ തണുപ്പ് സ്റ്റാർട്ട് ചെയ്തു. വിൻ്റർക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടം സീസണാണ്. ഓട്ടത്തിന് എന്താ പറയുക നമ്മൾ, സ്പ്രിങ്ങിന് ശിശിരം, ഓട്ടത്തിന് അറിയില്ല. അപ്പോൾ ഇലപൊഴിയും ശിശിരം. അപ്പോൾ ഇലപൊഴിയുടെ ശിശിരത്തിലാണോ? അപ്പോൾ എന്തായാലും ഹേമയിൽ നിന്ന് ഞാനൊരു 2 ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനത് സമ്മറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ സമ്മർ കഴിഞ്ഞിട്ടുള്ളൊരു സെയിലിൽ ഞാൻ വാങ്ങിച്ചതുകൊണ്ട് സമ്മറിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല. ഈ 2 ചെരുപ്പിനും കൂടെ 7 യൂറോ ആണ് ആയത്. പക്ഷേ എനിക്കറിയില്ല ഞാനിത് യൂസ് ചെയ്യുമെന്ന്, കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് നേരമില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് നോക്കാതെ ചുമ്മാ സൈസ് മാത്രം നോക്കിയിട്ട് എടുത്ത് ഓടുക ചെയ്തത്. ഇവിടെ വന്നിട്ടപ്പോൾ എനിക്ക് അത്ര ഒരു കംഫി ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ട് ഇനി ഞാൻ ഇടൂ എന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ ഞാൻ വാങ്ങിച്ചൊരു സാധനം ഇതാണ്. ഞാൻ ആക്ച്വലി നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു സൈസിലുള്ള കുറേ ഫോട്ടോസ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് എനിക്കൊരു ഭയങ്കര മോശമായ സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് ഇങ്ങനെ ഓർക്കുന്ന മൊമെൻറ്റ്സ് നമ്മൾ എഴുതി വെക്കുക, നോട്ട് ചെയ്യുക, എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് എഴുതുക എന്നുള്ളതൊക്കെ വളരെ മോശപ്പെട്ട സ്വഭാവമായിരുന്നു. അപ്പോൾ ഒന്നും എനിക്കില്ല കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ ജസ്റ്റ് പിക്ചേഴ്സും കൂടെ ഞാൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ പിക്ചേഴ്സ് എടുത്തിട്ട് വന്നതായിരുന്നു. പക്ഷെ ഇവിടെ വന്ന ആ സ്വഭാവമൊക്കെ നഷ്ടപ്പെട്ടതുകൊണ്ട് ഈ പിക്ചേഴ്സിൻ്റെ ഒരു ആവശ്യം എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇത് കയ്യിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ ഫോട്ടോസിലും ഗൂഗിൾ ഫോട്ടോസിലും അതേപോലെ സ്റ്റോറേജിലൊക്കെ കയറി തപ്പി കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞ ഉടനെയും ഹണിമൂണിന് പോയിട്ടുള്ള ഫോട്ടോസും ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു, എനിക്ക് മെമ്മറി ഇല്ലാഞ്ഞിട്ട്. സോ ഈ ഫോട്ടോസ് മാത്രമാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് അന്നത്തെ ഓർമ്മയ്ക്കായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഞാൻ അങ്ങനെ ലൂസ് ചെയ്യാൻ പാടില്ല, ഇത് ഞാൻ ഫ്രെയിം ചെയ്ത് വെക്കണം എന്ന്. അപ്പോൾ ഇതിന് അന്വേഷിച്ചിട്ടുള്ള ഒരു നടത്തത്തിലായിരുന്നു കുറച്ച് കാലം. അപ്പോൾ ഇവിടെ അടുത്ത് ഫ്ലൈയിങ് ടൈഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയുണ്ട്. അവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ വരും. അത് അത്ര എക്സ്പെൻസീവും അല്ല, എന്നാൽ അത്യാവശ്യം നല്ലൊരു ഗുഡ് ക്വാളിറ്റിയാണ് പല കാര്യങ്ങളും. എനിക്ക് ഇഷ്ടമുള്ള ഒരു കടയാണ്. കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞാനിത് കണ്ടു. പക്ഷെ ഇത്ര കറക്റ്റായിരിക്കും ഫോട്ടോ ഇതിൽ ഫിറ്റ് ചെയ്യുന്നുള്ളത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ എന്ത് കൂടുതലല്ല ഈ ഒരു സാധനത്തിനെ പറ്റിയിട്ട് തന്നെ സംസാരിക്കുന്നത്. സോ ഞാനും ഇതൊക്കെ പഠിച്ചിരിക്കുന്നു. സോ അങ്ങനെയാണ് ഞാൻ ഈ സാധനം വാങ്ങിച്ചത്. ഈ ഹാറ്റാണ് കേട്ടോ ഞാൻ സിയാൻ്റെന്ന് പോയി വാങ്ങിച്ചു എന്ന് പറഞ്ഞത്. ഈ ഒരു സാധനം കൂടെ ഈ ഒരു മാസം വാങ്ങിച്ചതായിരുന്നു. ഇത് എൻ്റെ കണ്ണടയാണ്. എനിക്ക് കണ്ണടയുണ്ട്. പലരും ചോദിക്കാറുണ്ട് കണ്ണട ഞാൻ വെറുതെ വെക്കുന്നതാണോ, ഭംഗിക്ക് വെക്കുന്നതാണോ, ഷോയ്ക്ക് വെക്കുന്നതാണോ എന്നൊക്കെ. സോ ഇതിനൊന്നുമല്ല, കണ്ണ് കാണാത്തതുകൊണ്ട് വെക്കുന്നതാണ് ഞാൻ കണ്ണട. പക്ഷെ എന്താ ഫുൾ ടൈം വെക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എനിക്ക് ഒരിക്കലും കണ്ണട അങ്ങോട്ട് ലൈഫിൻ്റെ ഒരു ഭാഗമായി മാറ്റാൻ പറ്റുന്നില്ല. പക്ഷെ ഇനി ഞാൻ മാറ്റിയേ പറ്റൂ, കാരണം എനിക്ക് ആസ്റ്റിഗ്മാറ്റിസം സിലിണ്ടറിക്കൽ പവറാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോഴും എനിക്ക് നല്ല ചീത്ത കേൾക്കാറുണ്ട് ഞാൻ കണ്ണട കണ്ടിന്യൂസ് ആയിട്ട് വെക്കാത്തതിന്. ഇനി ഞാൻ വെക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ കണ്ണട മാറ്റേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രാവശ്യം, കാരണം പവറിൽ ചെറിയ ചേഞ്ച് ഉണ്ടായിരുന്നു. ഞാനൊരു 8-9 മാസത്തിലൊക്കെയാണ് യൂഷ്വലി കണ്ണ് ചെക്ക് ചെയ്യാറ്. അപ്പോൾ കണ്ണ് ചെക്ക് ചെയ്തപ്പോൾ പവർ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പവർ മാറ്റി. എന്തായാലും പവർ എത്രയാണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. റൈറ്റ് ഐ -1.75, അതാണോ ഈ സിലിണ്ടറിക്കൽ പവർ എന്ന് എനിക്കറിയില്ല. പിന്നെ ലെഫ്റ്റ് ഐ -2. സോ നല്ല പവറുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഇനി കണ്ണട വെക്കുന്നതായിരിക്കും. ഇത് എന്നോട് തന്നെ പറയുന്ന കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ച കണ്ണട ഞാൻ കാണിച്ചു തരാം. നല്ല പൗച്ചില്ലേ കണ്ണട.
ഞാൻ സ്പെക്സേവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. കണ്ണട കാണിക്കുന്നതിന് മുന്നേ ഞാനൊരു മുൻകൂർ ജാമ്യം എടുക്കട്ടെ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അത്ര നല്ല കിഡ്ലൻ ഫ്രെയിമൊന്നും ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. ഇവിടെ എല്ലാം ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഫോർമലായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഭംഗിയില്ല. അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതെൻ്റെ മുന്നത്തെ കണ്ണടയായിരുന്നു. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ച കണ്ണട. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്രെയിമാണിത്. ഈ കണ്ണട വെച്ചിരുന്ന സമയത്ത് ഞാൻ ഒട്ടുമിക്ക സമയങ്ങളും ഞാൻ കണ്ണട വയ്ക്കുമായിരുന്നു. കാരണം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫ്രെയിമായിരുന്നു. അതിനുശേഷം ഇവിടെ വന്നിട്ട് ഞാൻ കണ്ണട മാറ്റി. ആ കണ്ണട നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു ഭംഗിയില്ലാത്തൊരു ഫ്രെയിമായിരുന്നത്. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു ഫ്രെയിം വാങ്ങിച്ചത്. ഇതും വലിയ ഭംഗിയൊന്നുമില്ല, എന്നാലും ഉള്ളതിൽ ഭേദം എന്ന രീതിയിൽ വാങ്ങിച്ചതാണ്. സോ ഇതാണ് പൗച്ച്. നല്ല ഭംഗിയുള്ള പൗച്ചാട്ടോ. കണ്ണട വലിയ ഭംഗിയില്ലെങ്കിലും പൗച്ച് നല്ല ഭംഗിയുണ്ട് കണ്ടോ. ഇതാണ് എൻ്റെ ന്യൂ ഗ്ലാസ്. ഇത് ഗോൾഡൻ ആയിട്ടാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇത് ആക്ച്വലി മറ്റേ റോസ് ഗോൾഡാണ്. ഇവിടെ ഒരു പച്ച കളറും വരുന്നുണ്ട്. അപ്പോൾ ദിസ് ഇസ് മൈ ന്യൂ ഗ്ലാസ്. ഞാനിപ്പോഴാണ് അത് വെച്ചിട്ടൊന്ന് നോക്കുന്നത്. കുറച്ച് പ്രായം കൂടിയ പോലെ ഉണ്ടല്ലോ ഇത് വെച്ചിട്ട്. എനിക്ക് എൻ്റെ അമ്മയുടെയൊക്കെ ചായ തോന്നുന്നു. പക്ഷെ ഇനിയൊന്നും കാര്യമില്ല, നമുക്ക് കണ്ണിൽ കാഴ്ചയാണ് പ്രധാനം. സോ ഇനി ഞാൻ വെക്കുന്നതാണ്. ഈ വീഡിയോ കഴിഞ്ഞോളാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ അവരെനിക്ക് ഒരു 50% കോർട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡച്ചിൽ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ പറയില്ല ഓഫറാണ്, സെയിലാണ്. അതിൻ്റെയൊക്കെ ഒരു 50%. ഇനി ഞാൻ നെക്സ്റ്റ് ഒരു സാധനം 6 മാസത്തിനുള്ളിൽ വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് അവിടെ 50% പേ ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ കാർഡാണത്. അപ്പോൾ അത്രയ്ക്കാണ് ഈ മാസം വാങ്ങിച്ച കാര്യങ്ങൾ. ഇതിൻ്റെ ഒപ്പം ഞാനൊരു ലെൻസും കൂടെ വാങ്ങിച്ചായിരുന്നു, ഒരു ലൈറ്റ് ബ്രൗൺ കളറ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് കളർ ലെൻസാണ് വാങ്ങിക്കേണ്ടതെന്ന് വെച്ചിട്ട്. അപ്പോൾ കുറേ പേര് ഹേസൽനട്ട് കളർ പറഞ്ഞു, കുറേ പേര് ലൈറ്റ് ബ്രൗൺ പറഞ്ഞു. അങ്ങനെ ഫൈനലി ഞാൻ ലൈറ്റ് ബ്രൗണിൽ എത്തിച്ച് വാങ്ങിച്ചു. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല, എനിക്ക് എത്ര വെക്കാൻ നോക്കിയിട്ടും എൻ്റെ കണ്ണിൽ എനിക്കത് വെക്കാൻ പറ്റുന്നില്ല. ഇനി ദീപ ചേച്ചീനെ വീക്കെൻഡത്തെ കാണുമ്പോൾ ദീപ ചേച്ചിയുടെ ഹെൽപ്പോട് കൂടെ വെക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് ഞാൻ വാങ്ങിച്ച കാര്യം. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതിൻ്റെ ഇടയിലായിരുന്നു എനിക്ക് ഈ ഒരു കൊറിയർ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന്. ഇത് ഞാൻ Zalando ലോഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതൊന്ന് വാങ്ങിച്ചാണ്. കെഫിനോർ എന്ന് പറഞ്ഞിട്ടുള്ള ഏതൊരു ബ്രാൻഡ്, എനിക്കറിയില്ല റൈറ്റ് പ്രൊണൗൺസിയേഷൻ ആണോ എന്നുള്ളത്. അപ്പോൾ ഇതൊരു വിൻ്റർ ഷൂ ആണ്. പിന്നെ Zalando ലോഞ്ചിൽ ആക്ച്വലി നല്ല ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ഇങ്ങനെ ഡിസ്കൗണ്ടിൽ വരുന്നതൊക്കെ വരും. പക്ഷേ കുറച്ച് ടൈമിക്കേ ഉണ്ടായിരിക്കുള്ളൂ. സോ കറക്റ്റ് സമയം നമ്മൾ നോക്കി വാങ്ങിക്കണം. സോ നിങ്ങളെല്ലാവരും ഒന്ന് Zalando ലോഞ്ച് ട്രൈ ചെയ്ത് നോക്കും ഇവിടെ ഉള്ളവർ. പിന്നെ ഞാൻ ഈ ഒരു പ്ലാന്റും കൂടെ ഈ ഒരു മന്ത് വാങ്ങിച്ചായിരുന്നു. ഞാൻ പറയാൻ മറന്നായിരുന്നു. നോക്കിയപ്പോൾ ഈ വീഡിയോ ഇരിക്കുന്നത് കണ്ടു എൻ്റെ ഗാലറിയിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന്. സോ ഇതൊരു പ്ലാന്റാണ്. പ്ലാന്റ്സം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ, ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കസിൻ ഇവിടെ നെക്സ്റ്റ് ഡോറിൽ തന്നെയാണ്. രമ്യ ചേച്ചിയുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ രമ്യ ചേച്ചിക്ക് കൊടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ്. ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ എപ്പോഴും ഈസിയാണ്. പക്ഷേ എനിക്ക് ഇവിടെ തോന്നിയിട്ടുള്ളൊരു ബുദ്ധിമുട്ട്, ഈ വരുന്ന ബോക്സസ് എല്ലാം നമ്മൾ പ്രോപ്പർലി ഇടിച്ച് പൊളിച്ച് ഡിസ്പോസ് ചെയ്യണം അതിൻ്റേതായ കറക്റ്റ് ബിന്നിൽ. അത് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണുള്ളൂ. അങ്ങനെയൊക്കെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ടായത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും ഒന്ന് വെച്ചിട്ട് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ വരുന്നതായിരിക്കും. കാരണം എല്ലാവരും എല്ലാ മാസം എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമല്ലോ. സോ ഈ മാസം വാങ്ങിച്ച എല്ലാം ഞാൻ കവർ ചെയ്തോന്ന് എനിക്കറിയില്ല, എന്നാലും കുറച്ചൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം, വണക്കം. I love you.